culling option for it. That power is already with Chief Wildlife Warden. There is no culling option in the 11 power is there. But Section there are strict guidelines from NTCA regarding tiger. no. No, sir. Section Our 11 is not DG for the NTCA is here. That's we must clear to you. So the power is that the guideline is strict, but if you ask your chief wildlife warden, while issuing the permission for tiger, he just telephoned me. On telephone, I said, okay, do it. So the process is very fast. If they approach through SMS, WhatsApp, telephone call, permission is given. അധികാരമുണ്ടെന്നറിയാം, പക്ഷേ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കണം. ഒരു കാട്ടുപന്നി വന്ന് എല്ലാം കുത്തിമറിച്ചിട്ട് പോയി വൈകുന്നേരം 5 മണിക്ക് വെടിവെക്കാൻ ഉത്തരവിട്ടുകൊണ്ടെന്താ കാര്യം? അപ്പോൾ അതാണ് വേണ്ടത്. വനങ്ങളുടെ പുനഃസ്ഥാപനം സംബന്ധിച്ച് ഒരു ഫണ്ടുണ്ട്. ആ പുനഃസ്ഥാപനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പട്ടികയിൽ നഷ്ടപരിഹാരമെന്ന് എഴുതി ചേർത്തിട്ടില്ല. അപ്പോൾ അവിടെയും മാറ്റം വേണം. അപ്പോൾ നഷ്ടപരിഹാരം അതേപോലെ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം എൻ്റെ കടലാസുകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ആ ഗൈഡ് ലൈൻസ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എടുക്കാതെയുള്ളൊരു പ്രതികരണമായിപ്പോയി. അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരാളല്ല, പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. വന്യമൃഗശല്യം രൂക്ഷമായ വയനാട്ടിലേക്ക് കേന്ദ്രമന്ത്രി എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതീക്ഷകളുണ്ടാകും. അദ്ദേഹത്തിന്റെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയായി. കേരളത്തിന്റെ ആശങ്കയ്ക്കൊപ്പം നിൽക്കാനോ വയനാടിന് പ്രതീക്ഷ നൽകാനോ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം സഹായിച്ചോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM വയനാട് ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു, BJP പ്രതിനിധി പ്രിന്റു മഹാദേവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ. ആദ്യം വയനാടിൻ്റെ സ്പന്ദനമറിയാവുന്ന പി ഗഗാറിനിലേക്കാണ് പോകുന്നത്. ശ്രീ ഗഗാറിൻ, ഈ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിൽ എത്തുന്നു എന്ന് കേട്ടപ്പോൾ രാഷ്ട്രീയത്തിനതീതമായി ഒരുപക്ഷെ വയനാട്ടുകാർ വലിയ പ്രതീക്ഷ അക്കാര്യത്തിൽ വച്ചു പുലർത്തിയിട്ടുണ്ടാകാം. അദ്ദേഹം ഈ ഉന്നതതല യോഗത്തിന് ശേഷം പറഞ്ഞ ചില കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ സർക്കാരിന് അധികാരമുണ്ട്, അത് ഉപയോഗിക്കുന്നില്ല സംസ്ഥാന സർക്കാർ, അതുകൊണ്ടാണ് എനിക്കിവിടെ നേരിട്ടെത്തേണ്ടി വന്നത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, കേന്ദ്രം നൽകുന്ന 10 ലക്ഷം രൂപയാണ് ഇവിടെ ധനസഹായമായി വിതരണം ചെയ്യുന്നത് എന്നാണ്. ഈ 2 കാര്യങ്ങൾക്കുമുള്ള മറുപടിയാണ്, ക്ലാരിറ്റിയാണ് നമ്മൾ അല്പസമയം മുമ്പ് നൽകിയ വനമന്ത്രിയുടെ വാക്കുകളിൽ ഉള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ വയനാടിൻ്റെ സ്ഥിതി, കേരളത്തിൻ്റെ ഒരു സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടാണോ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് കാര്യങ്ങൾ വിലയിരുത്തിപ്പോയത്? കേന്ദ്രമന്ത്രി ഇന്ന് വയനാട്ടിൽ വന്ന് ജനങ്ങളെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും നടത്തിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി പോയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, വയനാട്ടിൽ വന്യജീവി പ്രശ്നം രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. ഇന്നും കടുവയുടെ സാന്നിധ്യം നമ്മുടെ ജില്ലക്കകത്ത് ജനവാസ കേന്ദ്രത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ ഗൗരവപൂർവ്വം ഉയർന്നു വരുന്ന ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിന് വ്യക്തമായ രീതിയിൽ രാജ്യത്ത് നിലനിൽക്കുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുൾപ്പെടെ സംസ്ഥാന സർക്കാർ നിയമസഭ തന്നെ ഐക്യകണ്ഠേന പാസ്സാക്കിയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടുള്ള കാര്യത്തിൽ ഒന്നും ചെയ്യാതെ വയനാട്ടിൽ വന്ന് മരണപ്പെട്ടവരുടെ വീടുകളിൽ പോയി അതുപോലെ തന്നെ ഒരു അവലോകന യോഗം വിളിച്ച് ഈ അവലോകന യോഗത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ചെയ്യാതെ, ഒരു നടപടിയും സ്വീകരിക്കാതെ അദ്ദേഹം പറയുന്നത് നഷ്ടപരിഹാരത്തുക 10 ലക്ഷം നൽകിയത് സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണെന്നാണ്. ഞാനത് സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല, കാരണം വനം വകുപ്പ് മന്ത്രി തന്നെ അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഈ നഷ്ടപരിഹാര തുക നൽകിയിട്ടുള്ളതെന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് ജനങ്ങളോട് ഇത് പറയുമ്പോൾ ഇത്ര പച്ചയായി നുണ പറഞ്ഞു പോകുന്നതിന് യാതൊരു ലജ്ജയില്ലാത്ത അവസ്ഥ ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിമാർക്ക് വരുന്നു എന്നുള്ളത് ശരിക്കും അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് എന്താ, ഇവിടെ വന്യമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിച്ചാൽ
വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിനും ആരോടും ചോദിക്കേണ്ടതില്ല. ഇവിടെ തന്നെ സംസ്ഥാനത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന് തന്നെ അതിനുള്ള അധികാരമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര നിയമം, നിലനിൽക്കുന്ന കേന്ദ്ര നിയമത്തിൻ്റെ വെച്ചുകൊണ്ട് നിലവിലുള്ള നിരവധി നിബന്ധനകളോടുകൂടിയ നിരവധി ഉത്തരവുകളുണ്ട് എന്നുള്ളത് കേന്ദ്രമന്ത്രിക്ക് അറിയാഞ്ഞിട്ടല്ല. അപ്പം കേന്ദ്രമന്ത്രി ഈ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ ഇത് ചെയ്യാതിരിക്കുന്നത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് വരുത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇവിടെ സ്വീകരിച്ചു പോയിട്ടുള്ളത്. കാരണം ജനങ്ങളെ ഒരുതരം വയനാട്ടിലെ ജനങ്ങൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കുമെന്ന രീതിയിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഒരു മന്ത്രിയായി കേന്ദ്രമന്ത്രി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നിവിടെ വന്നിട്ട്. കാരണം ജനങ്ങൾ ഇത് എത്രയോ ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമല്ലേ, ജനങ്ങൾക്കറിയാലോ, ഇത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, കാരണം എല്ലാവർക്കും അറിയാം വനം വന്യജീവി നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നിയമത്തിൻ്റെ ഉള്ളടക്കം കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. 72 നിയമമാണ്, 1972 പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് ഏറ്റവും അടിസ്ഥാനപരമായ നിയമമായി വനം വന്യജീവികളുടെ കാര്യത്തിൽ നിലനിൽക്കുന്നത് എല്ലാവർക്കും അറിയാം. അതിന് പിന്നീട് ആകെ വന്ന 2024 ഒരു ഭേദഗതി എന്ന് പറയുന്നത് അന്ന് തന്നെ ഈ പന്നിയെയും മുള്ളം പന്നിയെയും ഒക്കെ ഈ സംരക്ഷണ വലയത്തിനകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനെപ്പോലും വെടിവെക്കാൻ കൊല്ലാനോ പാടില്ല എന്ന വ്യവസ്ഥ 72 നമ്മൾ മനസ്സിലാക്കേണ്ടത് 72 അന്ന് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ് ഇന്ത്യയിൽ, അവർക്ക് നല്ല ഭൂരിപക്ഷമുള്ള ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് കാലത്ത് പാസ്സാക്കിയ ആ നിയമമാണ് യഥാർത്ഥത്തിൽ പന്നിയെ പോലും കൊല്ലാൻ പറ്റില്ല എന്നുള്ള നിയമവ്യവസ്ഥ ഇവിടെ കൊണ്ടുവന്നത്. 2021 ഈ നിയമം രണ്ടാമത് നിയമത്തിൽ അമെൻമെന്റ് വരുമ്പോൾ ആ അമെൻമെന്റിന് കേരളത്തിൽ നിന്ന് അതിന് ഒരു പാർലമെന്ററിയുടെ ഒരു സമിതി ഉണ്ടായിരുന്നു. ആ പാർലമെന്ററി സമിതിയുടെ ഉപസമിതിയിൽ അംഗങ്ങളായിരുന്ന 2 എംപിമാർ കേരളത്തിൽ നിന്നുള്ള UDFന്റെ എംപിമാരാണ്. 2 അംഗങ്ങൾ, 2 മുസ്ലിം ലീഗിൻ്റെ എംപിമാരാണ്. ഒന്ന് സമദാനി, ഒന്ന് E.T. മുഹമ്മദ് ബഷീർ. ആ അമെൻമെന്റിൽ വളരെ കൃത്യമായി കൂടുതൽ മൃഗങ്ങളെ ഈ സംരക്ഷണത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ നിയമം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത, ജനങ്ങളെ ദ്രോഹിക്കുന്ന എല്ലാ മൃഗങ്ങളെയും എത്ര തന്നെ അതിൻ്റെ എണ്ണം പെരുകിയാലും അതിനെ സംരക്ഷിക്കാനുള്ള ഒരു നിയമവ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതില്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് എന്തിനാ ആവശ്യമില്ലാതെ ഈ പഴി കേൾക്കേണ്ട കാര്യം? കാരണം സംസ്ഥാന ഗവൺമെന്റ് പരിമിതിയുണ്ട് ആ കാര്യം ചെയ്യുന്നതിൽ. ഇതെല്ലാം മറച്ചു വെക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രിയും. ഇത് മറച്ചു വെച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനമാണ് ഇന്ന് കേന്ദ്രമന്ത്രി നടത്തിയിട്ട് പോയത്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ സേനാപതി വേണു, ഇതാണ് CPIMന്റെ അഭിപ്രായം, വയനാട്ടിലെ CPIMന്റെ അഭിപ്രായം ഇതാണ്. കേന്ദ്രമന്ത്രി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെയാണ് അവിടെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയും യഥാർത്ഥത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു എന്നാണ് CPIM പറയുന്നത്. കോൺഗ്രസിൻ്റെ നിലപാട്, ഈ കേന്ദ്രമന്ത്രി ഈ പറഞ്ഞതിനോടുള്ള കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? അതിനു മുൻപ് തന്നെ ഈ കേന്ദ്രമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന ഒരു സമീപനം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെല്ലാം നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. ഈ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായി എന്ന് പറയാൻ കഴിയുമോ? കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മൾ കുറച്ചുകൂടിയൊക്കെ അതിനകത്തൊരു അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ഇവിടെ BJPയുടെ പ്രതിനിധി എൻ്റെ സ്നേഹിതൻ ശ്രീ പ്രിന്റു മഹാദേവ് ഉണ്ട്, അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എനിക്ക് ആദ്യം ഈ ചർച്ചയിൽ കഴിഞ്ഞ ഇതുപോലെ ഒരു ചർച്ച പങ്കെടുത്തപ്പോഴും ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. ഈ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഈ വനംവകുപ്പ് മന്ത്രിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം. ഹീസ് ആൻ ഇൻഎഫിഷ്യന്റ് മാൻ. അദ്ദേഹത്തിന് ഒരു വനം മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇറ്റ് ഈസ് ടോട്ടലി അൺസാറ്റിസ്ഫാക്ടറി. ഞാൻ ഇതിനൊരു ഉദാഹരണം, സേനാപതി വേണു, ഇത് അങ്ങേയറ്റം പൊളിറ്റിക്കലാണ്. ഇത് പൊളിറ്റിക്സിനൊക്കെ അപ്പുറത്ത് മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ വനമന്ത്രിയെ നീക്കുന്നതൊന്നുമല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അല്ല, അതിനോടുള്ളൊരു വിയോജിപ്പുണ്ട്, അത് ഞാൻ പ്രകടമാക്കിയെന്നതേ ഉള്ളൂ. പറയൂ. അല്ല നീലിമ, ഞാൻ പറയട്ടെ. ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പനെ കൊണ്ടുപോയി മേധകാനം എന്ന് പറയുന്ന വനത്തിലാണ് വിടുന്നത്, അതായത് കുമിളിക്കപ്പുറത്ത്. ഈ ആന 4-5 ദിവസം കൊണ്ട് അത് ചുറ്റിത്തിരിഞ്ഞ് കമ്പത്ത് ഇറങ്ങി. കമ്പത്ത് ഒരാള് ആനയെ ആക്രമിച്ചതല്ല, ആനയെ കണ്ട് ഭയന്നോടി വീണ് മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഞാൻ പറഞ്ഞത് 6 മണിക്കൂറിനകം
തമിഴ്നാടിന്റെ വനം വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ പേര് പളനിവേൽ എന്നാണ്, ഇപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ സബ്ജക്ട് ടു കറക്ഷൻ, അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹം അവിടെ വന്ന് നിന്ന് ആ ഓപ്പറേഷൻ അദ്ദേഹം വന്ന് നിന്ന് നേതൃത്വം കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തമിഴിൽ പറയുകയാണ്, കവലപ്പെടാമാട്ടെ, നിങ്ങൾ ഭയപ്പെടണ്ട, ഗവൺമെന്റ് ഉണ്ട് കൂട്ടത്തിൽ എന്ന്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പുറത്ത് അങ്ങനെ ഒരു മന്ത്രി ഉണ്ട് തമിഴ്നാട്ടിൽ, വനം വകുപ്പ് മന്ത്രി. ഇപ്പുറത്തെ ഒരു മന്ത്രിയെ നമ്മൾ ദിവസങ്ങളോളം കാണുന്നില്ല. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായീകരണം മന്ത്രി പോകേണ്ട കാര്യമില്ല, ഉത്തരവ് കൊടുക്കാം എന്നുള്ളതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു നിയമവശം, ഒരു പോയിന്റ് ഒന്ന് ശ്രീ ഗാഗാറിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇപ്പോൾ 1972 വനം വന്യജീവി നിയമം കേന്ദ്ര ഗവൺമെന്റ് പാസ്സായി. കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയിരുന്നു. അപ്പോൾ കോൺഗ്രസ് ആണ് ഇതിന്റെ കുറ്റവാളി എന്നുള്ള ഒരു ഭംഗ്യന്തരണയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നീലിമ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിയമത്തിന്റെ അകത്തെ സെക്ഷൻ 11A വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നതാണ്, ഒരു വന്യജീവി അത് ഏത് ഷെഡ്യൂളിൽ പെട്ടതാകട്ടെ, 11A സമയമില്ലാത്ത താങ്കൾ പറഞ്ഞോളൂ. ശരി, ചില സാങ്കേതിക തടസ്സം അത് സ്പെസിഫൈഡ്. അപ്പോ നിയമമില്ലാത്തതുകൊണ്ടല്ലോ വൈൽഡ് ലൈഫ് വാർഡന് ഒരു വൈൽഡ് ആനിമൽ, അത് ഷെഡ്യൂൾ 1 മുതൽ 4 വരെയുള്ള, അപ്പൊ 5 ഇല്ല, 4 വരെയുള്ള ഏത് ഷെഡ്യൂളിൽപ്പെട്ട വന്യജീവിയാണ് എങ്കിലും അത് മനുഷ്യന്റെ ജീവന് അല്ലെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് അപകടകരമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് വാർഡന് അതിനെ വെടിവെക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നു. ഞാൻ ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക. ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് മലയാള മനോരമ വീക്കിലിയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ച ഒരു പങ്ക്തിയുണ്ട്. അത് ഇട്ടൻ മാത്തുക്കുട്ടി എന്ന് പറയുന്ന കോതമംഗലം കവളങ്ങാടുകാരൻ, ഒരു നായാട്ടുകാരന്റെ കഥയാണ്. അദ്ദേഹം ഗവൺമെന്റ് അംഗീകരിക്കപ്പെട്ട നായാട്ടുകാരനാണ് ഇട്ടൻ മാത്തുക്കുട്ടി. അദ്ദേഹം ഈ നേരിമംഗലം വനം മുതൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ബൈസൺ വാലി, ശാന്തൻപാറ, ആ മേഖലയിൽ ഉണ്ടായിരുന്ന അപകടകാരികളായ ആനകളെ മുഴുവൻ, അതിന്റെ 1-2 ആനകളുടെ പേര് കേട്ടാൽ തന്നെ നമുക്ക് കൗതുകം തോന്നും. ഒന്ന് രാജാക്കാട് മൂപ്പൻ, ആളുകളെ പിന്തുടർന്ന് കൊല്ലുന്ന രാജാക്കാട് മൂപ്പൻ, പഴമക്കാർ പറയുന്ന കേട്ടിട്ടില്ല. പൂപ്പാറയിലെ കൊമ്പൻ, വാളറയിലെ കോരുകൊമ്പൻ, നേരിമംഗലത്തെ ചെറിയ കൊമ്പൻ, മറയൂരിലെ പാണ്ടൻ കൊലക്കൊമ്പൻ, വട്ടവടയിലെ പടക്കൊമ്പൻ. ഇതൊക്കെ ഇട്ടൻ മാത്തുക്കുട്ടിയുടെ കൈകൊണ്ട്, അദ്ദേഹത്തിന്റെ തോക്കുകൊണ്ട് അദ്ദേഹം കൊല ചെയ്തിരിക്കുന്ന പഴയ ആനകളാണ്. ഇത് വൈൽഡ് ലൈഫ് നിയമം വന്നതിന് ശേഷമാണ് 1972, 73, 74 കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ള അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഈ കൊലകൊമ്പന്മാരെയും കൊലകൊല്ലികളെയും വെടിവെച്ച ചരിത്രം കേരളത്തിലുണ്ട്. അത് ദീപിക ദിനപത്രത്തിൽ ഖണ്ഡശ എന്ന് പ്രസിദ്ധീകരിച്ചതാണ്. മലയാള മനോരമ വാരികയിൽ. ഈ ഇട്ടൻ മാത്തുക്കുട്ടി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഞാനൊരിക്കലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആരെങ്കിലും ഉണ്ടോ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അന്വേഷിച്ച് പോയിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കൊലകൊല്ലികളായ ആനകളെ വെടിവെച്ച് കൊല്ലുന്ന ചരിത്രം നേരിമംഗലം ഫോറസ്റ്റിൽ വനമേഖലയിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഞാൻ ഈ പേര് സൂചിപ്പിച്ച ആനകളെയൊക്കെ ആ കാലഘട്ടത്തിൽ വെടിവെച്ച് കൊന്നിട്ടുള്ളതാണ്. അപ്പോ അതിനുശേഷം നമ്മളിതെന്തോ എന്താ പറഞ്ഞ ഈ ഒരു നിയമത്തെ നമ്മളങ്ങ് മറികടക്കുകയും ഇതിനെ നമ്മൾ കണ്ടില്ല എന്ന് വരികയും ഒക്കെ ചെയ്ത് ഇപ്പോ ഒരാന അപകടകാരിയായാൽ അതിനെ കൊല്ലുക എന്നുള്ളത് എന്തോ ഇനിയിപ്പോ ഐക്യരാഷ്ട്രസഭയുടെ അനുമതി വേണമെന്നുള്ള ഒരു രീതിയിലൊക്കെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പ്രചരിപ്പിച്ച്, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മറ്റ് നിയമങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര എന്താ പറഞ്ഞ വ്യഗ്രതയാ കാണിക്കുന്നത്. ഇപ്പൊ അവിടെ ഫോറസ്റ്റ് ജീപ്പിന്റെ മുകളിൽ എന്താ പറഞ്ഞ ഇത് റീത്ത് വെച്ച ആളുകളെ, അവരെയൊക്കെ PDPP ആക്ട് പ്രകാരം കേസെടുക്കാൻ പോലീസും വനം വകുപ്പും ഒക്കെ ശുപാർശ ചെയ്യുന്നു. പോലീസ് കേസെടുക്കുന്നു. അപ്പൊ വനം വകുപ്പിന് അറിയില്ലേ ഇങ്ങനെ ഒരു നിയമം അതിന്റെ അകത്തുണ്ട്. ഈ വന്നിരിക്കുന്ന ഈ മോഴയാന ഇത് ആളെ കൊന്നതാണ്, ഇതിനെ വെടിവെച്ച് കൊല്ലാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഈ എന്താ പറഞ്ഞ ഗംഗാറാം, അദ്ദേഹം ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നടക്കുമെന്നുള്ള കാര്യം എന്തേ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അറിയില്ലാത്ത? മന്ത്രി എന്തേ ഇത് ചൂണ്ടിക്കാണിക്കാത്തത്? അത് ചൂണ്ടിക്കാണിക്കണം. GN ശേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം എന്ത്. സേനാപതി വേണു, ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അത്തരത്തിൽ അധികാരമുണ്ട്. ഈ നിയമത്തിൽ അതൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇത് നടപ്പാക്കുന്നതിലൊരു നടപടിക്രമം അത് ലഘൂകരിക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. അതാണ് നമ്മുടെ ചർച്ചയുടെ പോയിന്റും അത് തന്നെയാണ്. ഈ നിയമം ഉണ്ട്, അധികാരമുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അല്ല നീലിമ, ഞാൻ ചോദിക്കുന്നത്, അവിടെ അജീഷിനെ ചവിട്ടിക്കൊന്ന ആന അപകടകാരിയായിട്ട് നിൽക്കുന്നു. അവിടുത്തെ ലോക്കൽ ബീസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർ റേഞ്ച് ഓഫീസറെ അറിയിക്കുക, റേഞ്ച് ഓഫീസർ DFO അറിയിക്കുക, DFO ഉടൻ തന്നെ വൈൽഡ് ലൈഫ് വാർഡനെ അറിയിച്ച് വൈൽഡ് ലൈഫ് വാർഡൻ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിയമം തനിക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ്, അല്ലാതെ വെറുതെ കിട്ടിയിരിക്കുന്നതല്ല. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ട്രാങ്കുലൈസ് ചെയ്യാനോ ഇതിനെ കൊല്ലാനോ ഉള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അതൊരിക്കലെങ്കിലും ഒന്ന്
പ്രയോഗിച്ചു നോക്ക്. പ്രയോഗിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹൈറേഞ്ചിലെ അത് പ്രയോഗിക്കുന്നതിലേക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്, ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. ശ്രീ പ്രിന്റു മഹാദേവനിലേക്ക് പോവുകയാണ്. ശ്രീ പ്രിന്റു, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രി വന്നപ്പോൾ വലിയ പ്രതീക്ഷ വയനാട്ടുകാർ വച്ചു പുലർത്തിയിരുന്നു. പക്ഷേ വയനാട് പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു തീരുമാനം കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഉണ്ടായോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഈ മരിച്ച ആളുകളുടെ വീടുകളിൽ പോയി അവരെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചതൊക്കെ വലിയ കാര്യമാണ്, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാർ എന്ന നിലയിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം അദ്ദേഹം നിർദ്ദേശിക്കുമെന്നുള്ളതാണ്. പക്ഷേ നിലവിലുള്ള സംവിധാനങ്ങളിലൊന്നും ഒരു മാറ്റവും വരേണ്ടതില്ല. മാത്രവുമല്ല, നേരത്തെ ഗഗാരൻ സൂചിപ്പിച്ചതുപോലെ ചില തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വയനാട് സന്ദർശനം മതിയാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്രമന്ത്രി വന്നതുകൊണ്ട് എന്താണ് ഗുണമുണ്ടായത്? BJP എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിനെ കേന്ദ്രമന്ത്രിയുടെ വരവോടുകൂടി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നത്തോടുകൂടി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമായി. നമുക്കറിയാം, എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1972 ആക്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ജനങ്ങളെ നേരിടാറ് പൊതുവേ. പക്ഷേ ഇന്ന് കേന്ദ്രമന്ത്രി കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞു, സേനാപതി വേണു പറഞ്ഞതുപോലെ നമ്മൾ ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിന് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. പക്ഷേ 2024 മൃഗങ്ങൾ കാരണം മനുഷ്യൻ മരിച്ചു വീഴുന്ന കാഴ്ച നോക്കി നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ പിടിപ്പുകേടായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നീലിമ, നമുക്കറിയാം കേരളത്തിൻ്റെ 10 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞ 2011 മുതൽ 2024 ഇടപെടുന്നതിൽ ക്ഷമിക്കണം, കേരളത്തിൽ മാത്രമാണോ വന്യജീവികൾ ഇങ്ങനെ ആളുകളെ കൊന്നൊടുക്കുന്നത്? കേരളത്തിന് പുറത്തും വനമേഖലയുണ്ട്, വന്യജീവി ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അത് ഒരു സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടായിട്ട് ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത്തരത്തിൽ ആനയും കടുവയും ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അതങ്ങനെ പറയാൻ കഴിയുമോ? അല്ല, തീർച്ചയായും ഇതിനകത്ത് പറയാം. നമുക്കറിയാലോ, ഇപ്പോൾ നേരത്തെ സേനാപതി വേണു പറഞ്ഞു, നമ്മുടെ ചിന്നക്കനാലിൽ നമ്മളെ ചക്കക്കൊമ്പനുമായി ബന്ധ വിഷയത്തിൽ 42 പേരെയാണ് ചിന്നക്കനാലിൽ മാത്രം ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഈ കേരളത്തിൽ 10 വർഷം കൊണ്ട് 34,432 വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അത് ചെറിയൊരു കണക്ക്. നിങ്ങൾ മുഴുവൻ സ്റ്റേറ്റുകളുടെ കണക്ക് പരിശോധിച്ച് നോക്കൂ, ആസാമിൻ്റെ, ബംഗാളിൻ്റെ എവിടെ നോക്കും, 34,432 ആക്രമണങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം, കേരളത്തിൽ 1012 പ്രദേശങ്ങളിൽ നിരന്തരമായിട്ട് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. നോക്കൂ, 30 ലക്ഷത്തോളം പേരെ ബാധിക്കുന്ന 1012 ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഒരിക്കലും ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ ഇവിടെ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളോ അത് കൃത്യമായിട്ട് കണക്കാക്കുന്നില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണെന്നുള്ള പ്രാഥമിക ധാരണ പോലും ഇല്ലാതെ മരണപ്പെട്ട ആൾ മരിക്കുന്ന സമയത്ത് കേന്ദ്ര നിയമമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല ഇവിടുത്തെ സർക്കാർ. കാരണം നോക്കൂ, ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഭൂപേന്ദ്ര യാദവ് ഇവിടെ വന്നതാണ്. എന്നാൽ ഈ വനം മന്ത്രി പറഞ്ഞത് എന്താണ്? ആദ്യത്തെ ഈ വിഷയം നടന്ന സമയത്ത് കേരളത്തിലെ ധാർഷ്ട്യത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താ? ഈ ജനക്കൂട്ടത്തോട് ഞാൻ സംസാരിക്കില്ല, ഞാൻ ഉദ്യോഗസ്ഥന്മാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ഒരു വനം മന്ത്രി പറയേണ്ടത്? ജനക്കൂട്ടത്തിൻ്റെ നേതാവായി ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ട പ്രതിനിധി പറഞ്ഞത് എന്താണ്? ധാർഷ്ട്യമാണ്. നോക്കൂ, ഈ വയനാട്ടിൽ മാത്രം 41 ദിവസത്തിനുള്ളിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 5 പേരാണ് മരണപ്പെടുന്നത്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നിങ്ങൾ കേന്ദ്ര നിയമത്തിൽ എവിടെയാണ് പ്രശ്നം? നിങ്ങൾ പറയൂ. ഇങ്ങനെയുള്ള ന്യൂയിസൻസ് ആയിട്ടുള്ള മൃഗങ്ങളെ കൃത്യമായിട്ട് വെടിവെച്ച് കൊല്ലാനുള്ള നിയമം ഈ 1972 ആക്ടിനകത്തുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത്? പിന്നെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരാണ് പ്രശ്നം. ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ കാര്യം ഗഗാറിൻ സാറ് പറഞ്ഞല്ലോ. നോക്കൂ, നിങ്ങൾ ഈ 2022-23 കാലഘട്ടത്തിൽ മാത്രം 15.8 കോടി രൂപയാണ് ഈ മേഖലയുടെ വികസനത്തിന് മാത്രം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി കേരള സർക്കാരിന് പാസ്സാക്കി കൊടുത്തിട്ടുള്ളത്. ഈ പണം എന്ത് ചെയ്തു? ഇവിടുത്തെ വനപരിപാലനത്തിനായി സംസ്ഥാന ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത് 200 കോടിയാണ് ഒരു വർഷം. വനപരിപാലനത്തിനാണ് നീലിമ, ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 200 കോടി വകയിരുത്തി കേൾക്കുക. ഞാനൊന്ന് പറയാം. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സമരം നടന്ന മേഖലയാണ്, നോക്കൂ, ഈ ഭൂരഹിതര സമരം നടന്ന ആറളം ഫാം. ഏറ്റവും കൂടുതൽ വനവാസി വിഭാഗത്തിൽപ്പെട്ട ദളിത് പിന്നോക്ക ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ ആറളം ഫാം. അവിടെ മാത്രം ശരാശരി ഈ ഒരു വർഷം കൊണ്ട് 12 പേരാണ് ഈ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഈ സാഹചര്യം ഉണ്ടാവുന്നത്?
നിങ്ങൾ നോക്കും, നിങ്ങൾ ആനമതിൽ പണിയും, നിങ്ങൾ വേലി കെട്ടും, ഫെൻസിങ് നടത്തും എന്നുള്ള ബഡ്ജറ്റിനകത്ത് നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ്റെ ജീവനെ, സ്വത്തിനും അത് ബലികഴിക്കാതെ നോക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടല്ലോ. നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ഈ വനാതിർത്തികൾ നോക്കൂ, നിങ്ങൾ അവിടെയുള്ള ഈ ആനത്താരകളിലോ എല്ലാ സ്ഥലത്തുള്ള ഫെൻസിങ് മേഖലയെ മുഴുവൻ ഇന്ന് നോക്കൂ, ഫെൻസിങ് മേഖല മുഴുവൻ തകർന്നിരിക്കുകയാണ്. ഈ നിങ്ങൾ ആനമതിൽ എന്ന് പറയുന്ന സംവിധാനം 22 കോടി രൂപയാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഈ ആദിവാസി മേഖലയിൽ ഈ ആനമതിലിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഈ ആനമതിലിൻ്റെ അവസ്ഥ ഇന്ന് എന്താണ്? അപ്പം നോക്കൂ, ഇവിടെ കൃത്യമായിട്ട് യാതൊരു പഠനവും നടത്താതെ ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ട് പരിഹരിക്കാനുള്ള ഒരു ഫോർമുല ഇല്ലാതെ ആധുനിക ടെക്നോളജികൾ ഉപയോഗിക്കാതെ ഇന്നും ഈ വയനാടിന് മാത്രമായി ഇത്തരത്തിൽ ഈ വന്യമൃഗ പ്രതിരോധത്തിന് വേണ്ടി 620 കോടി രൂപയുടെ ഒരു പാക്കേജ് കേന്ദ്രത്തിന് മുൻപാകെ വച്ചിരുന്നു. അത് നിഷ്കരുണം തള്ളിക്കളഞ്ഞ കേന്ദ്ര സർക്കാരാണ്, അതിൻ്റെ പ്രതിനിധിയാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത്. ഇത് സംസ്ഥാനത്തിന് മാത്രമായി പരിഹരിക്കാൻ കഴിയുന്ന വിഷയമൊന്നുമല്ലല്ലോ. തീർച്ചയായും കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു വിഷയം, സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ചൂണ്ടിക്കാട്ടുക, സഹായം അഭ്യർത്ഥിക്കുക. ഇതിനപ്പുറം സംസ്ഥാന സർക്കാർ ഇവിടെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ 620 കോടി രൂപയുടെ പാക്കേജൊക്കെ എവിടെ പോയി പ്രിന്റു? അല്ല, നിങ്ങൾ ഈ പാക്കേജ് സമർപ്പിക്കുന്നതിനപ്പുറത്ത് ഇപ്പം തന്നെ നീലിമ പറഞ്ഞില്ല, നമ്മളെ ബഡ്ജറ്റിനകത്ത് 200 കോടി രൂപ വകയിരുത്തിയ സർക്കാരാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിലവിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള പദ്ധതികളുടെ അവസ്ഥ എന്താ? ഈ ആദിവാസി, വനവാസി, മലയോര മേഖലയിൽ അതായത് വയനാടിനെ തൊട്ടറിയുന്ന പി ഗഗാറിൻ നമ്മോടൊപ്പം തന്നെയുണ്ട്. ഗഗാറിൻ പറയും അക്കാര്യത്തിൽ എന്തെല്ലാം നടപടികളാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് എന്ന്. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുൻപായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജയചന്ദ്രനിലേക്ക് പോകുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, നമ്മുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ ഈ BJPയുടെ പ്രതിനിധി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അസാമിനെയും കേരളത്തെയും ഒക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അവിടുത്തെ വന്യജീവി ആക്രമണങ്ങളുടെ ഒരു ലിസ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൻ്റെ ഒരു സവിശേഷമായ ഭൂപ്രകൃതി, ഇവിടുത്തെ ജനസംഖ്യയുടെ വിസ്തൃതി, ഇവിടെ ആളുകൾ ഈ കാടും നാടും തമ്മിലുള്ള വ്യത്യാസം, ഇത്തരത്തിൽ കേരളത്തിൻ്റെ സവിശേഷമായ ഒരു ഘടനയും പഠിക്കാതെ അത്തരത്തിൽ ഒരു അഭിപ്രായം പ്രകടനം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, തീർച്ചയായും കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ വനം പരിപാലനത്തിലും അതുപോലെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിനൊക്കെയുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ് എന്നാണ് ഈ ആക്ട് എല്ലാം പറഞ്ഞു വെക്കുന്നത്. താങ്കൾക്ക് തുടരാം. ശരി ശ്രീജി. പിന്നെ ഇത് പറയാൻ ഇപ്പോ താങ്കളുടെ ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശ്രീ ഗഗാറിൻ, ശ്രീ സേനാപതി വേണു, ശ്രീ പ്രിന്റു മഹാദേവൻ എന്നിവര് നിയമങ്ങൾ ഉൾപ്പെടെ ഒരുപാട് അഭിപ്രായങ്ങൾ അവരുടേതായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത്തരം ഈ സാങ്കേതികമായ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നീലിമ ഈ കേവലമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ പ്രിന്റു പറഞ്ഞതാണ് എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം, കേന്ദ്രമന്ത്രിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യം. പ്രിന്റു അതായത് നന്നായി താങ്കൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? പിന്നെ ഏത് നിലയ്ക്കാണെങ്കിലും ശരി, കേരളത്തിലെ ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ തെളിഞ്ഞു വരുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ ഇന്ന് വനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തിൽ അടക്കം ഞാൻ ബോധ്യപ്പെട്ടൊരു സംഗതി എന്താണെന്നറിയാമോ? 2021, 22, 23 വർഷങ്ങളിലായി കേരളം ഏറെ ചർച്ച ചെയ്തൊരു വിഷയം എന്തായിരുന്നു? സ്ട്രേ ഡോഗ്സ്, തെരുവ് നായകളുടെ പ്രശ്നമായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളടക്കം ഈ തെരുവ് നായകളുടെ കടിയേറ്റ് മരിച്ചു. സംസ്ഥാന സർക്കാരിനെ ഇട്ട് പുഴുങ്ങുകയായിരുന്നു ചാനലുകളിലും പിന്നെ പത്രങ്ങളിലും, പ്രതിപക്ഷം മുഴുവനും ചെയ്തത്, മാധ്യമങ്ങൾ മുഴുവനും ചെയ്തത് അല്ലേ? ശ്രീ സേനാപതി വേണു അടക്കം അത്ര ചർച്ചകൾ പങ്കെടുത്തു, ഞാനും പങ്കെടുത്തിട്ടുണ്ട് അന്ന്. എന്താ സുപ്രീം കോടതി അടക്കം പറഞ്ഞ എന്താ? ഈ നിയമങ്ങളൊക്കെ ഇപ്പം നമ്മളിപ്പോ സംസാരിക്കുന്നത് കാട്ടിലെ വന്യമൃഗ ശല്യം, മാൻ അനിമൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ്. കാട്ടിലെ വന്യമൃഗങ്ങൾ നാട്ടിലെ മനുഷ്യരിലേക്ക് ഇറങ്ങുന്നതിന്റെ പ്രശ്നമാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളം വർഷങ്ങളോളം സമീപ വർഷങ്ങളിൽ ചർച്ച ചെയ്ത ഏറ്റവും നിർണായകമായ തെരുവ് നായ പ്രശ്നത്തിൽ സുപ്രീം കോടതി അടക്കം കേരളത്തിൽ ശാസിക്കുന്ന നില എത്തിയത് നിങ്ങൾക്ക് അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനിക്കാനുള്ള ഒരധികാരവുമില്ല. തെരുവ് നായയുടെ പ്രശ്നമാണെങ്കിലും ശരി, വനത്തിന്റെ പ്രശ്നമാണെങ്കിലും ശരി, വന്യജീവികളുടെ പ്രശ്നമാണെങ്കിലും ശരി, അതിനൊക്കെ യൂണിയൻ ഗവൺമെന്റിൻ്റെതായ പിന്നെ ലോ ആൻഡ് ആക്ടുകളുണ്ട്.
നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് മൂക്കുകയറിടുകയല്ല, കടലിക്ക് കയറുകയാണ് ചെയ്തത് കേരളത്തിന്റെ. ഇല്ലേ? ഇല്ലാന്ന് പിന്നെ ഫ്രണ്ടിന് പറയാൻ കഴിയുമോ? ഈ ചർച്ചയിലിരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഗവൺമെന്റ് എത്രയോ എഫേർട്ട് എടുത്തു ആ തെരുവുനാട് പ്രശ്നത്തിൽ മാത്രം, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അവസാനം എന്താണ് കൊണ്ടുവന്നത്? ABC, അനിമൽ ബർത്ത് കൺട്രോൾ. എന്താണ് സംഭവം? അത് അവിടെ വരെ എത്തിയെന്നുള്ള ചർച്ചയുടെ വിഷയം ഇതല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നത് ഇത്രയും കൊണ്ട് നിർത്തുകയാണ്. ഇനി ഇതിലേക്ക് വരിക. ഇന്ന് പിന്നെ കേന്ദ്രമന്ത്രി പറഞ്ഞത് മാത്രം എടുത്ത് നോക്കുക ഫ്രണ്ടു. കേരളം ഒന്നും ചെയ്തില്ല. താങ്കളുടെ ആരോപണം ഞാൻ മുഖവിലേക്ക് തന്നെ സ്വീകരിക്കുക കേട്ടോ. കേരള സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ നിസ്സംഗത പാലിച്ചു, അല്ലെങ്കിൽ മിസ്മാനേജ്മെന്റ് നടത്തി, കഴിവുകേട് കാണിച്ചു എന്നൊക്കെ താങ്കൾ ആക്ഷേപിക്കുന്നത് ഞാൻ അങ്ങ് മുഖവിലേക്ക് എടുക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ, ഈ കേരളത്തിന് ഇപ്പോ ശ്രീ സേനാപതി വേണു പറഞ്ഞല്ലോ, ശശീന്ദ്രനെ മാറ്റണം. ശശീന്ദ്രനെ മാറ്റി വേറൊരാള് വനം വകുപ്പ് ഭരിച്ചാല് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ഓക്കെ ആവുമോ? നിയമം ഇപ്പൊ ഉള്ള ഈ നിയമത്തിന്റെ കുരുക്കുകളൊക്കെ അങ്ങ് വാനിഷായി പോവോ? ഇല്ലല്ലോ. നിയമം അതേപോലെ നിൽക്കുകയല്ലേ, വ്യക്തികളല്ലേ മാറുന്നുള്ളൂ. നമ്മുടെ ഭരണഘടന അത് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന അധികാരങ്ങൾ, അതിന്റെ ആക്ടുകൾ, ചട്ടങ്ങൾ ഇതൊക്കെ നിലനിൽക്കുകയല്ലേ. ഇതിന്റെ അകത്ത് നിന്നുകൊണ്ട് ശശീന്ദ്രൻ എന്നല്ല ഏതൊരു ഭരണാധികാരിക്കും പ്രവർത്തിക്കാൻ കഴിയും, ഇൻക്ലൂഡിംഗ് പിണറായി വിജയൻ അടക്കം. അതല്ലേ ചെയ്യുന്നത്. അങ്ങനെല്ലാം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. എവിടെയാണ്? അവർ യൂണിയൻ ഗവൺമെന്റ് ഭരിക്കുന്നവരാണ്. പാർലമെന്റിൽ നമ്മൾ കാണുന്നുണ്ട്, കർഷക സമരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതവിടെ. ഇവിടെ അങ്ങനല്ലല്ലോ. ഇവിടെ ഭരിക്കുന്നത് പ്രതിപക്ഷത്തിൽപ്പെട്ട ഒരു കക്ഷിയല്ലേ. അപ്പൊ ആ പരിഗണന കിട്ടൂ. അത് നിന്നോട്ടെ. അതാ ഞാൻ നിയമത്തിന്റെ കാര്യമാണ് പറയുന്നത്. നിയമം അങ്ങനെയാണ്. ഇനി മറ്റൊരു വശം, ഞാൻ ഈ എല്ലാവരും പറയുന്നുണ്ട് പിന്നെ പുൽപ്പള്ളിയിലെ പ്രശ്നം, സമരം, ജനങ്ങളുടെ പ്രശ്നം. ഞാൻ പറയട്ടെ, ആരും പറയാത്ത, ഇതുവരെ കണ്ടിട്ടും പലരും മിണ്ടാതിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. പക്ഷെ എനിക്കത് പറയുന്നതിന് ഒരു മടിയും ഭയവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. ഇവിടെ ഈ ചർച്ചയിൽ ഞാൻ പറയുകയാണ്, പുൽപ്പള്ളിയിലെ സമരം സ്പോൺസേഡ് ആയിരുന്നു ഫ്രണ്ടു, സേനാപതി വേണു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ചർച്ചയിൽ പറയുകയാണ്. ആരും അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഈ സമീപ ദിവസങ്ങളിലോ ആഴ്ചകളിലോ നടത്തിയതായിട്ട് ഞാൻ കണ്ടില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഉത്തരവാദിത്തോടെ പറയുകയാണ്, അതൊരു സ്പോൺസേഡ് സമരമായിരുന്നു. ആരാണ് സ്പോൺസർ എന്ന് ചോദിക്കുക, അതോടെ പറയാം. വെറുതെ പറഞ്ഞിട്ട് പോകാൻ കഴിയില്ലല്ലോ. ആ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് റിസോർട്ട് ഉടമകളുടെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ സംഘടന. ശ്രീ പി ഗഗാറിന് അറിയാം സംഘടന ഏതാണെന്നുള്ളത്. ഞാൻ അതിന്റെ പേര് പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ശ്രീ സേനാപതി വേണുവിനും അറിയാമായിരിക്കും ആ സംഘടന ഏതാണെന്നുള്ളത്. ആ സംഘടന അഴിച്ചുവിട്ട സമരമായിരുന്നു അത് പുൽപ്പള്ളിയിലേത്. അല്ലാതെ പറയട്ടെ, ഉത്തരവാദിത്തപ്പെട്ടതെന്ന് പറയട്ടെ. നിങ്ങൾ ഇപ്പൊ നമ്മൾ വിട്ടിരിക്കുന്നവരല്ല, ഉത്തരവാദിത്തപ്പെട്ടതെന്ന് പറഞ്ഞ BJP-കാരൊന്നും അതിനകത്തില്ല കേട്ടോ എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. അത് സ്പോൺസർഡ് ആയിരുന്നേ. താല്പര്യങ്ങളുണ്ട്. റിസോർട്ട് ഉടമകൾ ഉണ്ടാക്കിയ ഒരു സംഘടനയ്ക്ക് അതിൻ്റെ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറഞ്ഞാല്, ഇപ്പൊ നാട്ടുമ്പുറങ്ങളിൽ നമ്മുടെ കേരളത്തിലെ മറ്റ് 942 ഗ്രാമപഞ്ചായത്താണല്ലോ ഉള്ളത്. വയനാട് ജില്ല ഒഴികെ എടുത്താൽ ബാക്കി എവിടെ ചെന്ന് നമ്മൾ 10 സെന്റ് സ്ഥലം വാങ്ങിച്ചാലും 10 സെന്റാണ് നമുക്ക് അവകാശപ്പെട്ട് കിട്ടുക. പക്ഷെ വയനാടൻ കാടുകളിൽ 10 സെന്റ് നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 1 ഏക്കറോ 1.5 ഏക്കറോ ആണ് വളച്ചെടുക്കാൻ കഴിയുക. അതിൻ്റെ അകത്താണ് നിങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുക. അവിടെയാണ് നിങ്ങൾ മറ്റ് നിർമ്മിതികളൊക്കെ ഉണ്ടാക്കുക. വന്യമൃഗങ്ങളെ അടക്കം പിന്നെ ഭരിച്ചുകൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടും ഒരു പരിധിവരെ ആക്രമിച്ചുകൊണ്ടും. എത്ര ആനകളുടെ ശരീരങ്ങളിൽ പെല്ലറ്റ് ഉണ്ടെന്ന് അറിയാമോ ഫ്രണ്ടു? പെല്ലറ്റ് എവിടെ നിന്നാണ് വരുന്നത്? എയർഗണ്ണിൽ നിന്നാണ് പോകുന്നത് പെല്ലറ്റേ. ആ പെല്ലറ്റ് കൊണ്ട് അവർ മരിക്കില്ല. പക്ഷെ ആ പെല്ലറ്റ് തറച്ചിരിക്കുന്ന വന്യമൃഗങ്ങൾക്ക് അവരുടെ ശാരീരിക ശേഷിയും ലൈഫും നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതിന് ഒരുപാട് സയന്റിഫിക് ആയിട്ട് ഉദാഹരണങ്ങളുണ്ട്. അതിനിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സമയം ചെലവഴിക്കുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അടിഞ്ഞു കൂടി കിടക്കുകയാണ് ഈ വിഷയത്തിൽ. അവിടെ ആനകൾക്കും കടുവകൾക്കും ഈവൻ ഈ കുരങ്ങന്മാർക്ക് വരെ അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് എന്നുള്ള പ്രാഥമിക സത്യം, നഗ്ന സത്യം, അത് അംഗീകരിക്കാതെ പോകുന്നതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ അജീഷിന്റെ കാര്യം പറഞ്ഞല്ലോ. അജീഷ് ദൗർഭാഗ്യകരമായ മരണമാണ് ആ കുടുംബത്തിന് ഉണ്ടായത്. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കേരളത്തിലെ പ്രമുഖ ചാനൽ ആദ്യം പുറത്തുവിട്ടൊരു വീഡിയോ ആണത്. അത് പിന്നെ അവർ പിൻവലിച്ചു. അതിനകത്ത് പറയുന്ന പിന്നെ ഒരാൾ പറയുകയാണ്, അജീഷ് ആ ആനക്കിട്ട് പടക്ക് പറഞ്ഞതാണ് ആനയുടെ വൈരാഗ്യം കൂടെ കാരണം. ശരിയോ തെറ്റോ ഞാനല്ല വിധിക്കേണ്ടത്, നമ്മൾ ആരുമല്ല. അത് അന്വേഷകർ കണ്ടെത്തട്ടെ, അന്വേഷിക്കാൻ താല്പര്യമുള്ളവർ അന്വേഷിച്ചോട്ടെ. അപ്പോൾ ആനയെ സംബന്ധിച്ച് പഠിക്കുന്നവർക്കറിയാം
അല്ലെങ്കിൽ താല്പര്യപ്പെട്ടിട്ടുള്ളവർക്ക് അറിയാം ആന എങ്ങനെ കേവലം ഏതെങ്കിലും ഒരു അപരന്റെയോ അന്യന്റെയോ പിന്നാലെ പോയി ആക്രമിക്കുന്ന ശീലമുള്ള വന്യജീവി അല്ല എന്നുള്ളത് മാത്രം ഞാനിവിടെ പറയുന്നത്. എന്റെ ആ മനസാക്ഷിക്ക് പോലും അങ്ങനെ അത്തരം പദപ്രയോഗങ്ങൾ ചർച്ചയിൽ നടത്തുന്നത് തെറ്റാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ ഉണ്ട് അവിടെ. പോളിന്റെ അങ്ങനെയല്ല കേട്ടോ, പോളിന്റെ വേറൊരു ഇൻസിഡന്റ് ആണ്, പക്ഷെ അത് അന്വേഷണത്തിരിക്കുകയാണ്. ഇതിനെയൊക്കെ ആളി കത്തിച്ചത് എങ്ങനെയാണ്? ഞാൻ ഈ പറഞ്ഞ സ്പോൺസർമാരാണ് ആളി കത്തിക്കുന്നത്. എന്നിട്ട് അത് ഇന്നത്തെ ദീപികയുടെ മുഖപ്രസംഗം ഒന്ന് വായിക്കേണ്ടതാണ് കേട്ടോ, ഒന്ന് വായിക്കേണ്ടതാണ് ആ മുഖപ്രസംഗം. ശ്രീ സേനാപതി വേണു എന്തൊക്കെയാണെന്നറിയാം അവര് ആ മുഖപ്രസംഗത്തിലൂടെ ഒരു ആക്രോശം കണക്കെ അഴിച്ചുവിട്ടിരിക്കുന്ന അവരുടെ നിലപാടുകൾ. ആ നിലപാടുകളും കൊണ്ട് ഒരു ഭരണകൂടത്തിനും, ഇനി ദീപിക നേരിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു ഭരണാധികാരിയാണ്, മുഖ്യമന്ത്രിയാണ്, അല്ല വനം മന്ത്രി ആണെങ്കിൽ പോലും അവരുടെ നിലപാടുകൾക്കൊപ്പിച്ച് മുഖപ്രസംഗ നിലപാടുകൾക്കൊപ്പിച്ച് ഭരിക്കാൻ കഴിയില്ല. അത് വേറെ കാര്യം. പിന്നെ ഈ ശശീന്ദ്രൻ എന്ന് പറഞ്ഞല്ലോ, വനം മന്ത്രി എന്ന് പറഞ്ഞല്ലോ, ഈ നഷ്ടപരിഹാരത്തിൽ വനം പുനർപരിപാലനത്തിൽ അതിനുള്ള പദ്ധതിയിൽ കേന്ദ്രം ഇതുവരെയും ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന മനുഷ്യർക്കുണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഇതുവരെയും കേന്ദ്രം, യൂണിയൻ ഗവൺമെന്റ് തീരുമാനമെടുത്ത് സംസ്ഥാനത്തെ അറിയിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് തർക്കിക്കാം, അങ്ങനെയല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ തർക്കിക്കില്ല. കാരണം എന്നോട് പറഞ്ഞത് സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായ വനം വകുപ്പ് മന്ത്രിയാണ്. എന്നോട് നേരിട്ടല്ല പറഞ്ഞത്, മാധ്യമങ്ങൾ വഴി പറഞ്ഞത്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങളുണ്ട്. കേവലം ഇതിനെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാത്രം ഒതുക്കി തീർത്തുകൊണ്ട് മറ്റൊരു വിഭാഗം ഇതിനെ ആസൂത്രിതമായ ഒരു സംവിധാനമാക്കി സമരമടക്കമുള്ള മാർഗങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഏകപക്ഷീയമായി ഇങ്ങനെ തകർടിക്കുന്ന സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയാനുള്ള, പഴിചാരാനുള്ള ഒരു വകുപ്പായിട്ട് മാത്രം ഇതിനെ ചിത്രീകരിക്കുന്നത് ഏറ്റവും മിതമായ ഭാഷയിൽ എനിക്ക് പറയാൻ പിന്നെ ഈ പ്രിന്റൂണോടും ശ്രീ സേനാപതി വേണുവിനോടുള്ള കഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് മാത്രം. രണ്ടുപേരും ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ ആരോപണങ്ങളോട് പ്രതികരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ശ്രീ ഗഗാറിനിലേക്ക് പോവുകയാണ്. ശ്രീ ഗഗാറിൻ, ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രിന്റു മഹാദേവ് നമ്മോട് പറഞ്ഞത് എന്താണ് ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്തത് എന്ന്. രണ്ടാമത് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട വിഷയം തന്നെയാണ് ഇപ്പോൾ എം ജയചന്ദ്രൻ ഉന്നയിച്ചത്. അന്ന് പുൽപ്പള്ളിയിൽ നടന്ന സമരം, പോളിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളിയിൽ ഉണ്ടായത് സ്പോൺസേഡ് സമരമാണ് എന്ന് പറയുന്നു. രാഷ്ട്രീയമായി ഈ പ്രശ്നത്തെ നമ്മൾ വലിയ തലത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. കാരണം കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടുകൂടിയാണ്, രാഷ്ട്രീയ അജണ്ടയോടുകൂടിയാണ് അവിടെ ഗവർണർ എത്തുന്നത്, രാഹുൽ ഗാന്ധി എത്തുന്നത്. രാഹുൽ ഗാന്ധി എന്താണ് ഇക്കാര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകെ ചർച്ച നടത്തേണ്ടതാണ്. ഒടുവിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയും വന്നിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായി തന്നെ കാണേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയല്ലേ? അതെ, ഈ വിഷയത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തെ വനംവകുപ്പ് മന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹം രാജിവെക്കണം, അദ്ദേഹം മാറിയാൽ ഈ പ്രശ്നം തീരും എന്ന മട്ടിൽ പിന്നെ യു ഡി എഫും അത് കോൺഗ്രസും യു ഡി എഫും അതുപോലെ BJPയും അതുപോലെ മറ്റു ചില സംഘടനകളും, വനം വകുപ്പ് മന്ത്രിയാണ് ഇതിനെല്ലാം കാരണക്കാരൻ, അദ്ദേഹം രാജിവെച്ചാൽ ഈ പ്രശ്നം തീരും എന്ന മട്ടിലുള്ള ഒരു പിന്നെ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 2015 ഇദ്ദേഹം അല്ലല്ലോ വനം വകുപ്പ് മന്ത്രി. അന്നാണ് വയനാട്ടിൽ ആദ്യമായിട്ട് കടുവ ആളെ കൊന്നു തിന്നുന്നത് 2015. അന്ന് കോൺഗ്രസിന്റെ വനംവകുപ്പ് മന്ത്രി ഇരിക്കുന്ന കാലത്ത് കടുവ മനുഷ്യനെ ആദ്യമായി കൊന്ന ആ ഘട്ടത്തിൽ കൊടുത്ത നഷ്ടപരിഹാരം എത്രയാ? 2 ലക്ഷം രൂപയാണ്. വേറെ ഒരു നടപടി ഉണ്ടായിട്ടില്ല, ഒരു കാര്യം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇന്നത്തെ വനം മന്ത്രിയാണ് ഇതിന് ഉത്തരവാദി എന്ന് വരുത്താൻ വളരെ ബോധപൂർവമായ ശ്രമം നടന്നു. ഇതിനൊക്കെ പിന്നിൽ രാഷ്ട്രീയമാണ്. എല്ലാ വിഷയത്തിൻ്റെയും പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് ഉദാഹരണമാണ് കേരളത്തിലെ മന്ത്രിമാർ 3 പേർ വയനാട്ടിൽ വന്ന് 27 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അത് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ, 27 നിർദ്ദേശങ്ങൾ വളരെ ഫലപ്രദമായി ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഭാവിയിൽ അപകടകരമായ രീതിയിൽ വന്യമൃഗശല്യം ആക്രമണം ഇല്ലാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള 27 നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത്.
ആ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ മുന്നോട്ട് വെച്ച 27 നിർദ്ദേശങ്ങളും അതിന് പുറമെ വയനാട്ടിൽ ചർച്ച ചെയ്തപ്പോൾ ജില്ലാതലത്തിലടക്കം ഒരു മോണിറ്ററിംഗ് സമിതി, ജനകീയമായ ഒരു മോണിറ്ററിംഗ് സമിതി അടക്കം രൂപീകരിക്കുന്നതിനുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് മന്ത്രിമാർ 3 പേരും മരണപ്പെട്ടവരുടെ വീടുകളിൽ പോയത്. ചില സ്ഥലത്ത് നിന്ന് ചില ചോദ്യങ്ങൾ മന്ത്രിമാരോട് വന്നു. ആ മന്ത്രിമാരോട് ചോദിച്ച ചോദ്യങ്ങൾ വോട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അത് മാത്രമല്ല, കേരളത്തിലെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ് ഈ മരണത്തിന് മുഴുവൻ കാരണമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ആസൂത്രിതമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ അതേ പ്രദേശത്ത് പോയ നമ്മുടെ MP-യോട് ഒരക്ഷരം ചോദിച്ചിട്ടുമില്ല. അപ്പം രാഷ്ട്രീയം ഈ കാര്യത്തിൽ കലർത്തുന്നു എന്നുള്ളത് വ്യക്തമാണ്, വളരെ കൃത്യമാണ്. ചില ആളുകൾ വളരെ കൃത്യമായി രാഷ്ട്രീയം കലർത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇത് പരിഹരിക്കണമെങ്കിൽ ശാസ്ത്രീയമായി ധാരണയുള്ള ചില ശാസ്ത്രജ്ഞന്മാർ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ പട്ടിയെ കൊല്ലാൻ പറ്റാത്ത നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ തലത്തിലുള്ള നിയമം, കേന്ദ്ര നിയമം, അത് മാറ്റാൻ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞില്ല. രണ്ടാമത്, പന്നിയെ ഇന്ന് കൊന്നാൽ തിന്നാൻ പറ്റില്ലല്ലോ മനുഷ്യന്. പന്നിയെ പണ്ട് കൊന്നു തിന്നിരുന്നതല്ലേ നാട്ടിലാകെ. ഇത് ഒന്ന് തിന്നാൻ പറ്റില്ലല്ലോ. അതിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഒന്നിനെ വെടിവെച്ച് കൊല്ലാൻ, അതും പറമ്പിൽ സ്വന്തം കൃഷിയിടത്തിൽ വന്ന് ഉറപ്പുവരുത്തി, ഗർഭിണിയല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് കൊന്നാൽ തന്നെ അതിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണം. അതാണ് നിബന്ധന. ഇത് കേന്ദ്ര നിയമമല്ലേ? ഇത് നിയമത്തിൻ്റെ ഭാഗമല്ലേ? ഒരു മൃഗത്തെ വെടിവെച്ച് കൊല്ലാൻ ഉള്ള അധികാരം കൊടുത്തിട്ട് എത്ര നിബന്ധനകളാണ് നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതൊക്കെ സത്യമല്ലേ? അവ യഥാർത്ഥത്തിൽ പ്രശ്നം മാറണമെങ്കിൽ എന്തുവാണ്? ഇത് മാറണം. എന്നിട്ട് വേട്ടയ്ക്ക് ഒരു കാലപരിധിക്കുള്ളിലെങ്കിലും മനുഷ്യർക്ക് വേട്ട നടത്താനുള്ള അധികാരം കൊടുക്കണം. അതിനെ മനുഷ്യന് ഭക്ഷിക്കാൻ കഴിയുന്ന മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം. അതാണ് ഇനി ശാശ്വതമായിട്ടുള്ള പരിഹാരം. ആ ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എന്നെ വിചാരിക്കണം. പക്ഷെ ഇതിവിടെ അറിയാഞ്ഞിട്ടല്ല, ചില ആളുകൾ ഈ കടുവേനെയും ആനയെയും എല്ലാം സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവിട്ട് ആളുകളെ ആക്രമിക്കാനും കൃഷി നശിപ്പിക്കാനും, പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ മൃഗങ്ങളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടിട്ട് ഇങ്ങനെ ആളുകളെ ഉപദ്രവിക്കുകയാണ് എന്ന മട്ടിലാണ് പലരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റാർക്കും ഇതിന് ഉത്തരവാദിത്തമല്ല, എല്ലാം പിണറായി വിജയൻ സർക്കാരിന് മാത്രമാണ് ഉത്തരവാദിത്തം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചല്ലോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്യമൃഗ ആക്രമണം കൊണ്ട് മരണപ്പെടുന്ന സ്റ്റേറ്റ് അത് ഹരിയാന, അതുപോലെ മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ആണല്ലോ കുറേ കാലം ഭരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ BJP അല്ലേ. ആ സംസ്ഥാനത്ത് മരണപ്പെടുന്നതിൻ്റെ എത്രയോ കുറവാണ് കേരളത്തിനകത്ത് മരണം നടക്കുന്നത്. ഈ കേരളത്തിൽ നൽകുന്നത് പോലെയുള്ള ഒരു സംരക്ഷണമോ മരണപ്പെടുന്നവർക്കുള്ള കുടുംബത്തിനുള്ള നഷ്ടപരിഹാരമോ അവിടെ നൽകുന്നുണ്ടോ ഒന്ന് ചോദിക്കണ്ടേ? ഇപ്പം നേരത്തെ തമിഴ്നാടിൻ്റെ കാര്യം പറഞ്ഞു. തമിഴ്നാട്ടിൽ ഞങ്ങളുടെ തൊട്ട പ്രദേശമായ ഗൂഡല്ലൂർ താലൂക്ക്, ആ ഗൂഡല്ലൂർ താലൂക്കിൽ എത്രയോ വർഷമായി വയനാടിൻ്റെ ഈ അവസ്ഥ തുടരുന്നത്. വയനാടിൻ്റെ അവസ്ഥ ഇപ്പോഴാണ് ഇത്രയും രൂക്ഷമായത്. മുമ്പ് മുതലേ ഇടക്കിടക്ക് ഇതുപോലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് രൂക്ഷമായി വളർന്നു വന്നത്. എന്നാൽ ഗൂഡല്ലൂർ താലൂക്കിൽ എത്ര വർഷമായി മനുഷ്യന് പുറത്തിറങ്ങാൻ, സന്ധ്യയായാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ, തേയിലത്തോട്ടത്തിൽ ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് എത്ര വർഷമായി ഗൂഡല്ലൂർ താലൂക്കിൽ. കർണാടകയിൽ ഈ അടുത്ത കാലത്തല്ലേ 2 പേരെ ഒരുമിച്ച് 2 പേരെ കടുവ ഭക്ഷിച്ചത്. ആ 2 പേരെ കടുവ ഭക്ഷിച്ചിട്ട് ആ കടുവേരെ വെടിവെച്ച് വന്നു കർണാടകയിൽ. കർണാടകയിൽ അന്ന് BJP ആണ് ഭരിക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ആ കടുവയെ വെടിവെച്ച് വന്നു. അപ്പോൾ ഇന്ത്യക്കകത്ത് കേരളത്തിൽ തന്നെ എടുത്തു നോക്ക്. കേരളത്തിൽ കഴിഞ്ഞ 2017 ശേഷം 500-ൽ പരം ആളുകൾ വന്യമൃഗ ആക്രമണം എന്ന കണക്കിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ 400ഓളം പേർ പാമ്പ് കടിയേറ്റിട്ടാണ് മരിച്ചത്. പാമ്പ് കടിയേറ്റിട്ടാണ് കേരളത്തിനകത്ത് മരിച്ചിട്ടുള്ളത്. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്ത് പരിശോധിച്ചാലും ആ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ച് കേരളത്തിനകത്ത് കടുവകളെയും ആനകളെയും പിണറായി സർക്കാർ വളർത്തി ജനങ്ങളെ ആക്രമിക്കാൻ വേണ്ടി തിരിച്ചുവിടുന്നു എന്ന മട്ടിലാണ് കേരളത്തിനകത്ത് പ്രചരണം നടത്തുന്നത്. അതിന് കേന്ദ്ര ഗവൺമെൻറ് പിന്തുണയുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങളുടെ സ്ഥിതി എന്താ? ഇപ്പം കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെ സംഘം വന്നപ്പോൾ
അതിൽ നമ്മുടെ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറയാത്തൊരു കാര്യം പ്രചരിപ്പിച്ചില്ലേ? പറയാത്തൊരു കാര്യമാണ് പ്രചരിപ്പിച്ചത്. കാരണം വളർത്തുമൃഗങ്ങളെ വനാതിർത്തിയിൽ വളർത്താൻ നിയന്ത്രിക്കും എന്ന് മന്ത്രി പറഞ്ഞു എന്നൊരു പ്രചരണം നടത്തി. മന്ത്രി അത് അറിഞ്ഞ ഉടനെ തന്നെ ചാനലുകളോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെ ഒരു നിർദ്ദേശം വന്നു, പക്ഷെ ഗവൺമെന്റ് അത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത കൊടുക്കാൻ ആദ്യം മന്ത്രിക്കെതിരെ വാർത്ത കൊടുത്ത ചാനലുകളിൽ ഭൂരിപക്ഷവും തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ ഈ ഇടതുപക്ഷത്തെ കടുവയും ആനയും എല്ലാം മനുഷ്യന് നേരെ നടത്തുന്ന ആക്രമണത്തെ പോലെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഇത് എല്ലാം വെച്ചുകൊണ്ട് ഒരു ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മറ്റു പല ദിക്കിൽ നിന്നും പിന്തുണ കൊടുക്കുന്നു. അല്ലെ ഗവർണർ, എന്താ ഗവർണർ? ഒരു ഗവർണർക്ക് എന്താ അതിൽ ചെയ്യാൻ വേണ്ടി കഴിയുക? എന്തായിരുന്നു ഗവർണറെ ചിലർ കൊണ്ടുപോയി ഗവർണറുമായി ചർച്ച നടത്തി, ഗവർണർ ഇവിടെ വന്ന് നോക്കിയിട്ട് ഇത് ഇന്നേ വരെ ഇല്ലാത്ത ഒരു രീതി, പുതിയ രീതി ഉണ്ടാവുമല്ലേ, എന്നിട്ട് ഗവർണറുമായിട്ടൊരു ചർച്ച. ഗവർണർക്ക് എന്ത് കാര്യം ചെയ്യാനാണ് ഇക്കാര്യത്തിൽ പറ്റുക? ഗവർണർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയും. പക്ഷേ ഇതെല്ലാം കടുവയെ പോലെ ആനയെ പോലെ ഗവർണറും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയൊക്കെ ഇവിടെ വന്ന് ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സൃഷ്ടിക്കുന്നതിനും കേരളത്തിലെ ഗവൺമെന്റ്, ഇപ്പോൾ ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്, ഇവിടെ ഈ വയനാട്ടിനകത്തും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് തല സമിതികൾ രൂപീകരിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായ ഒരു പദ്ധതി വയനാട്ടിൽ തന്നെ ഉണ്ട്. വയനാട്ടിലെ ഒരു തദ്ദേശ സ്ഥാപനം വൈത്തിരി ഗ്രാമപഞ്ചായത്ത് ജനകീയമായ ഫെൻസിങ് 5 കിലോമീറ്റർ നടത്തിക്കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹാരം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മാതൃക ഈ ജില്ലക്കകത്താകെ അവലംബിക്കുന്നതിന് വേണ്ടി ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ 2 MLA-മാർ കോൺഗ്രസിൻ്റെതല്ലേ? എന്തെങ്കിലും ഒരു മുൻകൈ ഇക്കാലത്തിലായിട്ട് എടുത്തോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് അല്ലേ? ജില്ലാ പഞ്ചായത്തിന് ആസൂത്രണ സമിതിയുടെ ചെയർമാൻ കൂടിയല്ലേ? ഈ ജില്ലയിൽ ഒരു ആസൂത്രിതമായ രീതിയിൽ ഇതിനെ നേരിടുന്നതിന് വേണ്ടി ഒരു ഗ്രാമപഞ്ചായത്ത് കാണിച്ച മാതൃകയിലുള്ള ഒരു പ്രവർത്തനം നടത്താനുള്ള നേതൃത്വം അവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. പ്രസംഗം ഇവര് പോട്ടെ, ഈ ജനപ്രതിനിധികൾ പോട്ടെ, പക്ഷേ കേന്ദ്ര സർക്കാരിന് മേലൊക്കെ വലിയ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന MP രാഹുൽ ഗാന്ധി വയനാടിന്റെ MP ആയി അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ ഇത്തരത്തിൽ വയനാടിനെ കുറിച്ച്? കാര്യമായി സത്യത്തിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം MP ആയിട്ട് വയനാട് ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്തിലെ മെമ്പർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും അദ്ദേഹം MP ആയിട്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിനോ വയനാട് ജില്ലക്കോ അതിന്റെ ഒരു ഗുണം ലഭിച്ചിട്ടില്ല. ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഗുണം പോലും MP കൊണ്ട് ലഭിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ടൂറിസ്റ്റാണ്, മികച്ച ടൂറിസ്റ്റാണ്. വയനാട് മികച്ച ഈ നമ്മുടെ ലോകത്ത് തന്നെ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് അറിയപ്പെടുന്നത്. ആ വയനാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇടക്കിടക്ക് വരുന്ന ഒരു മികച്ച ടൂറിസ്റ്റായിട്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി MP, അദ്ദേഹത്തിന് ലഭിച്ച MP ഫണ്ടിൽ അദ്ദേഹം എത്ര പണം ഈ വയനാട്ടിലെ വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടി അദ്ദേഹം നീക്കി വെച്ചിട്ടുണ്ട്? 1 രൂപ പോലും നീക്കി വെച്ചിട്ടില്ല ഇത്ര കാലമായിട്ടും. ഇക്കാര്യത്തിൽ മറുപടി പറയാൻ കഴിയുമോ? ഒരു വിസിറ്റിംഗ് MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുകയാണ് എന്നാണ് ഉയരുന്ന രാഷ്ട്രീയ ആരോപണം. എനിക്ക് ഗഗാറിനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇങ്ങനെ എന്താ പറഞ്ഞ ചില കാര്യങ്ങൾ പറയുമ്പോൾ MP ഫണ്ട് വിനിയോഗിക്കുന്നതിന് അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് ആ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, പ്രാദേശികമായി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. വയനാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഇത്. അല്ല, ഏത് രീതിയിലാണ് MP ഫണ്ട് വിനിയോഗിക്കുന്നത്? ഇപ്പൊ അദ്ദേഹം പറഞ്ഞു 2 MP-മാര് വയനാട്ടിൽ നിന്ന്, ഞങ്ങളുടെ IC ബാലകൃഷ്ണനെയും സിദ്ദിഖിനെയും ഉദ്ദേശിച്ചാണല്ലോ. അവിടെ കേളു CPM-ന്റെ ഒരു MLA ഉണ്ടല്ലോ വയനാട്ടിൽ നിന്ന്. അദ്ദേഹത്തിന് ഗവൺമെന്റിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഇടപെടാൻ കഴിയില്ലേ പ്രതിപക്ഷ MLA-മാരെക്കാൾ കൂടുതലായിട്ട്? ഇനി അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി അവിടെ വരുന്നത് സന്ദർശകനെ പോലെ ടൂറിസ്റ്റിനെ പോലെ വരുന്നു എന്നൊക്കെ. ഒരു MP-ക്ക്
പാർലമെന്റ് മണ്ഡലത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം അത് വളരെ സ്തുത്യർഹമായിട്ട് ചെയ്യുന്നു എന്ന് വയനാട്ടിലെ ആളുകൾ അവർക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം സി അജീഷിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലും ആ ഇടപെടൽ മുഖാന്തരം കുടുംബസഹായ ഒരു ചെറിയ ഇടപെടൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ വളരെ കാതലായി അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു വിഷയമാണ് ഇവിടുത്തെ വന്യജീവി പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാൻ കേന്ദ്രത്തിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തും. അത്തരത്തിൽ അവിടെ എത്തിയാൽ ദില്ലിയിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാക്കാൻ കഴിയും. 72 ഈ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം അവിടുത്തെ വയനാടൻ ജനതയ്ക്ക് നൽകിയിരുന്നു. ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വയനാടൻ ജനത അദ്ദേഹത്തെ അവിടെ നിന്ന് ജയിപ്പിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ പാർലമെന്റിൽ ഏതെങ്കിലും ഒരു മിനിറ്റ് എടുത്ത് വയനാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ ഏറ്റവും വലിയ പ്രശ്നം പാർലമെന്റിന്റെ ശ്രദ്ധയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു വാർത്താ സമ്മേളനത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഈ 620 കോടി രൂപയുടെ പാക്കേജ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത് നിരാകരിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ടോ? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ അദ്ദേഹം നിലകൊള്ളേണ്ടത്? ഈ നിമിഷം വരെ അത്തരത്തിൽ ഒരു നീക്കം രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് അദ്ദേഹം അങ്ങേക്ക് എടുത്ത് കാണിക്കാൻ കഴിയുമോ? നീലിമ, ഒന്ന്, രാഹുൽ ഗാന്ധി 2019 മത്സരിക്കുമ്പോൾ അദ്ദേഹം നൽകിയ വാഗ്ദാനം, ആ വാഗ്ദാനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ 44 MP-മാരേ ഉള്ളൂ പ്രതിപക്ഷത്ത് കോൺഗ്രസ്. ഞങ്ങൾക്ക് അതിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ആ ചെയ്യാൻ കഴിയുന്നതിന്റെ അപ്പുറം ഒരു MP എന്ന നിലയിൽ അദ്ദേഹം വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ചെയ്യുന്നു എന്നുള്ളത്, അവിടെ പ്രളയമുണ്ടാകുമ്പോഴും ദുരിതമുണ്ടാകുമ്പോഴും എന്താണ് ചെയ്തത്? ഈ വന്യമൃഗ പ്രതിരോധത്തിന് വേണ്ടി, ഈ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്ന ഈ പ്രശ്നത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി കൈക്കൊണ്ട ഏറ്റവും ചെറിയൊരു സ്റ്റെപ്പ് അത് താങ്കളൊന്ന് പറയും. എന്താണ് ചെയ്തത്? അല്ല, അതല്ലേ ഞാൻ പറഞ്ഞ ഏറ്റവും അവസാനം മിനിഞ്ഞാന്ന് 4-ാം നാൾ നമ്മൾ നേരിട്ട് കാണുന്നതല്ലേ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത നഷ്ടപരിഹാരം. ആ നഷ്ടപരിഹാരം അപര്യാപ്തമായതുകൊണ്ട് കർണാടക ഗവൺമെന്റിൽ നിന്ന് തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്രം ഭരിക്കുന്നത് ഞങ്ങളല്ല, കേന്ദ്രം ഭരിക്കുന്നത് ഞങ്ങളാണ് എങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ വാഗ്ദാനങ്ങൾ അദ്ദേഹം അത് കൃത്യമായിട്ട് പാലിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഗഗാരൻ ഒരു ആരോപണം പറഞ്ഞു, 2015 അവിടെ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആൾക്ക് 2 ലക്ഷം രൂപയെ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഞാൻ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കും. അന്വേഷിച്ചതിന് ശേഷം അടുത്ത മറുപടി പറയാം. ഇനി ജയചന്ദ്രൻ സാർ പറഞ്ഞൊരു കാര്യത്തിൽ അതിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച്, കാരണം അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഏതായാലും ഒരു ഒരു കളവായ കാര്യമോ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ഒരു കാര്യം പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ വയനാട്ടിലെ സമരം അതൊരു സ്പോൺസേഡ് സമരമാണോ എന്നുള്ള കാര്യം, അതിന് മറുപടി പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് ശ്രീ ഗഗാരനാണ്. ഞാൻ ഏതായാലും നിശ്ചയമായിട്ടും IC ബാലകൃഷ്ണനോടും ശ്രീ സിദ്ദിഖിനോടും ഈ കാര്യം ചോദിച്ചതിന് ശേഷം അവിടെ ഏത് ലോബിയാണ് ഈ സമരത്തിന് സ്പോൺസറിങ് ആയിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം, അങ്ങനെയുള്ള സാമൂഹിക ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ അതിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പൊതുപ്രവർത്തകരും പൊതുസമൂഹവും നിശ്ചയമായിട്ടും അങ്ങ് പറഞ്ഞത് രാഹുൽ ഗാന്ധി ചെയ്ത വലിയൊരു കാര്യമായി താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത് കർണാടക സർക്കാരിൽ നിന്ന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈടാക്കാനുള്ള നടപടിക്ക് വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ BJP അങ്ങേയറ്റം എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കർണാടകയുടെ പൈസ അത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല, അവരുടെ നികുതി പണം ഇത്തരത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് വേണ്ടി അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിലേക്കെല്ലാം തിരികെ എത്താം. കേരളത്തിന്റെ ആശങ്കയ്ക്കൊപ്പം നിൽക്കാനോ വയനാടിന് പ്രതീക്ഷ നൽകാനോ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം സഹായകരമായോ എന്ന വിഷയത്തിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ഈ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ BJP പ്രതിനിധി പ്രിന്റു മഹാദേവനിലേക്കാണ് പോകുന്നത്. പ്രിന്റു, ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് 1972 ഈ വന്യജീവി സംരക്ഷണ നിയമമാണ്. നമുക്കറിയാം, അന്ന് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്ന സമയത്തുണ്ടായ ഈ മൃഗങ്ങളുടെ എണ്ണമൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. ഈ കാട്ടുപന്നികളൊക്കെ പെറ്റുപെരുകി ഒരു കാടിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴാണ് ഇതെല്ലാം ഈ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അത് ആനയുടെ കാര്യത്തിലായാലും കടുവയുടെ കാര്യത്തിലായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിന് ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക്, അതിൻ്റെ വംശവർദ്ധനവ് തടയുന്ന രീതിയിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എക്സസായി ഈ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിനെ
അത്ര ജനസംഖ്യ കുറഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യത്തിലടക്കം വളരെ കൃത്യമായി ഇടപെടൽ നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു നിയമമുണ്ട്, നിങ്ങൾ വെടിവെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരു സമീപനം ആശാസ്യമാണോ? അങ്ങനെയല്ലല്ലോ. ഇതിനകത്ത് തന്നെ നേരത്തെ തന്നെ ഗഗാറിൻ കൃത്യമായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് ഹരിയാനയിലും പഞ്ചാബിലുമാണെന്ന്. സാർ ഗഗാറിൻ സാർ ഒന്ന് മനസ്സിലാക്കണം, ഈ ഹരിയാനയുടെ 1.5% മാത്രമേ വനമുള്ളൂ. ഈ പഞ്ചാബിന് ഹരിയാന അവിടെ വനവൽക്കരണം നടത്തി വരുന്നുള്ളൂ അവിടുത്തെ സർക്കാർ. അപ്പോൾ അടിസ്ഥാനരഹിതമായ കാരണങ്ങളൊന്നും നിങ്ങൾ പറയല്ലേ. ഈ മഹാരാഷ്ട്രയുടെ ഭൂവിസ്തൃതി നിങ്ങളൊന്ന് പരിശോധിക്കുക. ഈ കേരളത്തിൽ അദ്ദേഹം പറഞ്ഞു 300 പേർ മരണപ്പെട്ടത് പാമ്പ് കടിയേറ്റാണെന്ന്. സാർ നിങ്ങളൊന്ന് പരിശോധിക്കണം ഗഗാറി സാർ. കേരളത്തിൽ 2019 മുതൽ 24-നുള്ളിൽ 145 പേരാണ് ആനയുടെ ആക്രമണത്തിൽ ഈ കേരളത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മന്ത്രിമാരും നിങ്ങളും പറയുന്നത് ഇവിടുത്തെ വലിയ പ്രശ്നം ഇവിടെ കൃഷിക്കാരനും ആദിവാസിയും മരണപ്പെടാനുള്ള കാരണം ഈ സെന്നറ്റ എന്ന് പറയുന്ന ഒരു അവിടുത്തെ മറ്റേ ചെടിയുടെ ഉപയോഗമാണ്. ഈ പന്നിയെ മുഴുവൻ വേട്ടയാടിയിട്ട് നമ്മൾ ഫുഡാക്കണം. ഇതൊന്നുമല്ലല്ലോ സാർ പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നം എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ 30 ലക്ഷത്തോളം ജനവിഭാഗത്തെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ഈ നോക്കൂ, ആലപ്പുഴ ജില്ല ഒഴികെ 13 ജില്ലകളിലും ഈ വനവാസ ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന 30 ലക്ഷം ആളുകളെ ബാധിക്കുന്നു. കേരളത്തിൽ 9 വർഷം കൊണ്ട് 1145 പേർ മരണപ്പെട്ടു. എന്നിട്ടും എന്താണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. മറ്റെല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ കേരളത്തോടൊരു അയിത്ത മനോഭാവം, അത്തരത്തിൽ കേരള പ്രതിസന്ധിയിലാകട്ടെ എന്നൊരു മനോഭാവത്തോടു കൂടിയാണ് ഇത്തരത്തിൽ നിങ്ങൾ നിലപാടെടുക്കുന്നത് എന്നത് വളരെ തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. ശ്രീ ഗഗാറിൻ, അങ്ങ് പറഞ്ഞത് വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് എന്നാണ് ബിജെപിയുടെ പ്രതിനിധി പറയുന്നത്. ശ്രീ ഗഗാറിൻ, അദ്ദേഹത്തിന് കണക്കെടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. ഹരിയാന എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഒരു മാറ്റമുണ്ടോ സംശയമുണ്ട്. ഒറീസയാന്ന് തോന്നുന്നു 1ാം സ്ഥാനത്ത് ഇന്ത്യയിൽ. അതിലൊരു മാറ്റമുണ്ടോ എന്നൊരു സംശയമുണ്ട്. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയ മഹാരാഷ്ട്ര 2ാം സ്ഥാനത്ത് തന്നെയാണ്. മഹാരാഷ്ട്രയാണ് 2ാം സ്ഥാനത്ത്. മാത്രമല്ല, ഈ വയനാട്ടിലേക്ക് കടുവയും ആനയും കയറി വരുന്നത് എവിടുന്ന ഏറ്റവും കൂടുതൽ? കർണാടകയിൽ നിന്നല്ലേ. വയനാട് ഫോറസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ കടുവയും ആനയും കരടിയും കയറി വരുന്നത് എവിടുന്ന? വയനാട് ഫോറസ്റ്റിൽ തനിയെ ആദ്യം മുളച്ചു പൊന്തിയതല്ല. ഒരു 5 വർഷം മുമ്പ് വയനാട്ടിൽ ഇത്രയും കടുവകളുണ്ടോ? വയനാട്ടിൽ ഇത്രയും ഇതുപോലെ ഇതുണ്ടോ? പെറ്റുപെരുകി വളരുന്നുണ്ട് എന്നല്ലേ മറ്റൊന്ന്. പക്ഷെ ഏറ്റവും കൂടുതൽ കയറി വന്നത് എവിടുന്ന? കർണാടകയിൽ നിന്നും ആണ് ഏറ്റവും കൂടുതൽ കടുവകൾ വയനാട് ഫോറസ്റ്റിലേക്ക് കയറി വരുന്നത്. അവിടെ എണ്ണം പെരുകിയിട്ടാണ്. അല്ല 42 കടുവകളല്ല ഇന്ന്. അത് നിങ്ങളെ തെറ്റായ കണക്കാണ്. ഇവിടെ തന്നെ അനൗദ്യോഗികമായ തെറ്റായ കണക്കുകൾ വെച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ശ്രമം ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഇത് ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു വികാരം എന്ന് പറയുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, അങ്ങേക്ക് കൂടി പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. ഈ കർണാടകയുടെ കണക്കൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. കർണാടകയെ സ്വാധീനിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ 15 ലക്ഷം രൂപ കൊടുക്കാനൊക്കെ സന്നദ്ധനായി എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ അതാണോ വേണ്ടിയിരുന്നത് എന്നതുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായാലും ബിജെപിയുടെ ഭാഗത്തു നിന്നായാലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ആണോ വേണ്ടിയിരുന്നത്? അല്ല, ഭരണപരമായ വീഴ്ച കൊണ്ടാണ് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു തരംതാണ രാഷ്ട്രീയ പ്രചരണം കൊണ്ട് മറികടക്കാവുന്ന ഒരു വിഷയമേ അല്ല ഇത് എന്നുള്ളതാണ് ആദ്യം ഉണ്ടാവേണ്ട തിരിച്ചറിവ്. ഇതിൻ്റെ അകത്ത് വേണ്ടത് വ്യക്തമായ ചില പുതിയ സമീപനങ്ങളാണ്. ഇപ്പൊ ഈ ആനയ്ക്കിവിടെ ഞാൻ എതിർത്ത് പറയാമെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ആനയ്ക്കിവിടെ റേഡിയോ കോളർ ഘടിപ്പിക്കുന്നു, പിന്നെ റീലൊക്കേറ്റ് ചെയ്യുന്നു കുറെ ആനകളെ. ഇത് ആധുനിക ലോകത്ത് അതൊന്നും ഇല്ല. നീലിമ, ചിപ്പാണ് ഘടിപ്പിക്കുന്നത് റേഡിയോ കോളറിന് പകരം. റീലൊക്കേഷൻ എന്നുള്ള സംഗതി ഇല്ല. ഈ മോഴയാന ഉൾപ്പെടെ വന്നത് എവിടുന്നാണ്? ഹാസനിൽ നിന്നാണ് വന്നത്. അത് കൂട്ടമായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ റീലൊക്കേഷൻ എന്നുള്ളത് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. അതൊക്കെ കൂട്ടായി, കേവലം രാഷ്ട്രീയാരോപണമായിട്ടല്ല. ഇപ്പൊ തമിഴ്നാട്ടിലെ 6000 ആനയുണ്ട്, കേരളത്തിൽ 6000 ആനയുണ്ട്, കർണാടകത്തിൽ 3000 ആനയുണ്ട്, 15000 ആന 3 സ്റ്റേറ്റിലും കൂടെ ഉണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാലനം വേണ്ടത്? എന്തൊക്കെയാണ് വേണ്ട നിയന്ത്രണങ്ങൾ? എന്തൊക്കെയാണ്? ഇവിടെ ഇരുന്ന് രാഷ്ട്രീയമായി
പ്രിൻഡു മഹാദേവും സേനാപതി വേണുവും പറയുന്നത് പോലെ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞാലോ വനം മന്ത്രിയെ അപഹസിച്ചാലോ തീർക്കാൻ കഴിയുന്ന പ്രശ്നമല്ല ഇത്. അതാണ് പ്രാഥമികമായി നമുക്കുണ്ടാവേണ്ട ബോധ്യം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അതിനനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും കൂട്ടിയോജിപ്പിച്ച് നന്നായിട്ട് മാറ്റേണ്ട നിയമങ്ങൾ പാർലമെന്റിൽ മാറ്റണം. സംസ്ഥാനത്തിന് അധികാരമുള്ള കാര്യങ്ങൾ പരിമിതമാണെങ്കിലും ആ പരിമിതമായ കാര്യങ്ങൾ ഇടപെടണം. ആ തരത്തിലുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഈ നടപടികളാണ് ഇക്കാര്യത്തിൽ വേണ്ടത് എന്നുള്ളതല്ലാതെ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന്റെ ഒരു ഭാഗം പരിഹരിക്കാനേ കഴിയില്ല. അതാണ് മിനിമം വേണ്ട ഒരു അടിസ്ഥാന ധാരണ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഈ വിഷയം അങ്ങേയറ്റം രാഷ്ട്രീയമായി നിലനിർത്താനാണ് തൽപര കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ആയാലും കോൺഗ്രസ് ആയാലും അവരുടെ നേതാക്കളെയും മന്ത്രിമാരെയും എല്ലാം ഇത്തരത്തിൽ ഇറക്കി വിട്ടുകൊണ്ട് കേരളത്തെക്കുറിച്ചൊരു മോശം പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കൂടി അവരിൽ നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് അങ്ങേയറ്റം ദൗർഭാഗ്യകരം. വയനാടൻ ജനതയ്ക്ക് പ്രതീക്ഷയാണ് നൽകേണ്ടത്, ആശങ്കകളല്ല. ഈ 1 മണിക്കൂർ ചർച്ച ഇത് സംബന്ധിച്ചുള്ളതായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി.